അതിനു മുൻപ് ഡൽഹിയിൽ ശശി തരൂരുമായുള്ള കൂടിക്കാഴ്ച ഹൈക്കമാൻഡിന്റേത് അവസാനിച്ചിരിക്കുകയാണ്. എന്നാൽ ഒരു പ്രതികരണവും ശശി തരൂരിന്റെ ഭാഗത്തു നിന്നോ ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്നോ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. എന്താണ് ഹൈക്കമാൻഡുമായുള്ള ചർച്ചയ്ക്ക് ശേഷം ശശി തരൂരിന്റെ നിലപാട് അതറിയാൻ ബാക്കി നിൽക്കുകയാണ്. ഇതുവരെ തിരുത്താൻ തയ്യാറാകാതിരുന്ന ശശി തരൂർ ഇനി ഒരു തിരുത്തു വരുത്തുമോ? രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും മല്ലികാർജുൻ ഖർഗെയും ശശി തരൂരുമായി സംസാരിച്ചു. KC വേണുഗോപാലും ഒപ്പമുണ്ടായിരുന്നു. പക്ഷേ എന്താണ് സംസാരിച്ചതെന്നോ എന്താണ് പുതിയ നിലപാടെന്നോ ഇതുവരെ ശശി തരൂർ വ്യക്തമാക്കിയിട്ടില്ല. അല്പസമയത്തിനകം അതിന്റെ വിവരങ്ങൾ അറിയുവാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ശ്രീ മോഹൻ വർഗീസ്, ശശി തരൂരിനെ ഹൈക്കമാൻഡ് നേരിട്ട് ചർച്ചയ്ക്ക് വിളിച്ചതോടെ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ചർച്ചയിലുണ്ടായിരുന്നു, ഖർഗെയുമായിട്ടും സംസാരിച്ചു. തരൂർ തിരുത്തുമെന്നുള്ള ഒരു തോന്നൽ ഉണ്ടായിട്ടുണ്ടോ, അതോ ആ നിലപാടിൽ ഉറച്ചു നിൽക്കുവാനാണോ സാധ്യത? ഗൗരവമായി ഈ വിഷയം ഹൈക്കമാൻഡ് എടുത്തു എന്ന് തന്നെയാണ് പെട്ടെന്ന് ഹൈക്കമാൻഡ് റെസ്പോണ്ട് ചെയ്തതിന്റെ പിന്നിൽ കാണാവുന്നത്. ഇവിടെ ഡാമേജ് ഈസ് ഓൾറെഡി ഡൺ. കേരളത്തിൻ്റെ കോൺഗ്രസ് പാർട്ടിക്ക് തരൂർ ഉണ്ടാക്കിയ ഡാമേജ് ചില്ലറയല്ല. അതൊരു ഏകദേശ ധാരണയുണ്ട്. കോൺഗ്രസിൻ്റെ ആരും തന്നെ പറയുന്നില്ല തരൂർ ഒരു പോസിറ്റീവ് ലൈറ്റിൽ ചെയ്തതാണ്, അദ്ദേഹത്തിന് അതിനുള്ള ഒരു ആർജവമുണ്ട് എന്ന രീതിയിൽ ഒരു സംസാരവും കേരളത്തിലെ കോൺഗ്രസിനുള്ളിൽ ഉണ്ടായില്ല. പക്ഷേ തരൂർ എന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം തിരുത്തപ്പെടണമെങ്കിൽ തെറ്റ് ചെയ്തു, അബദ്ധം പറഞ്ഞു അല്ലെങ്കിൽ അബദ്ധം എഴുതി എന്ന് സ്വയം അഡ്മിറ്റ് ചെയ്തെങ്കിൽ മാത്രമേ തിരുത്താനാവൂ. അതുകൊണ്ട് ഹൈക്കമാൻഡുമായി സംസാരിച്ചു എന്നത് ശരിയാണ്. അതിനുശേഷം അദ്ദേഹം വെളിയിലിറങ്ങി മാധ്യമപ്രവർത്തകരെ കണ്ടില്ല. ഒരുപക്ഷെ ഒരു ട്വീറ്റിലൂടെയോ മറ്റെന്തെങ്കിലും ഉപാധികളിലൂടെയോ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയോ അദ്ദേഹം ഒരുപക്ഷെ ലോകത്തെ അറിയിച്ചിരിക്കാം. അല്ലെങ്കിൽ മറ്റൊരു ആർട്ടിക്കിളിലൂടെ ഒരുപക്ഷെ കുറച്ചുകൂടി ക്ലാരിറ്റി വരുത്താൻ അദ്ദേഹം ശ്രമിച്ചിരിക്കാം. പക്ഷേ ആ ഒരു പ്രൊറോഗറ്റീവ് തരൂറിൻ്റെ അത്രയും മുതിർന്ന ഒരു നേതാവ്, അത്രയും വലിപ്പമുള്ള ഒരു നേതാവിനെ സംബന്ധിച്ചിടത്തോളം ചട്ടം പഠിപ്പിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് ശ്രീ മഞ്ജുഷ്. പക്ഷേ എന്ത് ചട്ടം പഠിപ്പിക്കുന്ന കാര്യമാണെങ്കിലും കോൺഗ്രസിന് ആവശ്യത്തിലേറെ ക്ഷീണമുണ്ടാക്കുവാൻ ശശി തരൂരിന്റെ ഈ പ്രസ്താവനകൾ ലേഖനങ്ങൾ കാരണമായിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ലല്ലോ. അത് ഇടത് സർക്കാരിന്റെ വ്യവസായ നയത്തെക്കുറിച്ച് തരൂർ പറഞ്ഞ കാര്യമാണെങ്കിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രശംസിക്കുന്ന രീതിയിൽ അമേരിക്കൻ സന്ദർശനത്തിന്റെ പോസിറ്റീവ് വശങ്ങൾ പറഞ്ഞതാണെങ്കിലും അത് കോൺഗ്രസിന് ഇതുവരെ ഡാമേജ് ഉണ്ടാക്കി കഴിഞ്ഞു. അക്കാര്യത്തിൽ യാതൊരു സംശയമില്ലല്ലോ. അതാണ് തൽക്കാലം ഇക്കാര്യത്തിൽ ഒരു അക്ഷരം മിണ്ടരുത് എന്നുള്ള നിർദ്ദേശം വന്നിരിക്കുന്നത് മുതിർന്ന നേതാക്കളോട്. ഒരു സംശയവുമില്ല, ഡാമേജ് ഉണ്ടാക്കി കഴിഞ്ഞു എന്നതിൽ ഒരു സംശയവുമില്ല. പക്ഷേ ഇതൊരു തരൂർ വരച്ച വരയിലൂടെ തന്നെയാണ് കാര്യങ്ങൾ പോയത്. അതായത് അദ്ദേഹം സെറ്റ് ചെയ്തൊരു അജണ്ടയാണ്. ഇതെല്ലാം റിപ്പർക്കഷൻ ഉണ്ടാകും, ശക്തമായ രൂക്ഷമായ പ്രതികരണങ്ങൾ സ്വന്തം പാർട്ടിക്കുള്ളിൽ ഉണ്ടാകുമെന്ന് അറിയാത്തയാളല്ല. ഇതിനെ ഗേജ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള ആളാണ്. ഇതൊക്കെ ചെറിയ രാഷ്ട്രീയങ്ങളാണ്. KC വേണുഗോപാൽ എന്ന് പറയുന്നത് കേട്ടപ്പോൾ ഒരു തമാശയായിട്ടാണ് തോന്നുന്നത്. അദ്ദേഹം പറഞ്ഞത് ഈ കൃത്യമായ ഡേറ്റ കിട്ടാത്തത് കൊണ്ടാണ് തരൂർ അങ്ങനെ വ്യവസായ വകുപ്പിനെ പ്രശംസിച്ചുകൊണ്ടുള്ള ഒരു ലേഖനം എഴുതിയത് എന്ന്. ആ ഡേറ്റ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ തരൂർ അത് തിരുത്തുമെന്നാണ്. പക്ഷെ ഇനി തരൂർ തിരുത്തിയാൽ തന്നെ ഒരു തെറ്റായ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തരൂരിനെ പോലെയുള്ള ആളുകൾ സംസ്ഥാന സർക്കാരിനെ പ്രശംസിച്ചുകൊണ്ട് ലേഖനം എഴുതുമെന്ന് കരുതാൻ മാത്രം മണ്ടന്മാരാണോ അദ്ദേഹത്തിന്റെ ലേഖനം വായിച്ചവരും അതുപോലെ തന്നെ ഈ കേരള സമൂഹവുമൊക്കെ? ഡേറ്റ അല്ല ഇവിടെ വിഷയം. സെലക്റ്റീവ് യൂസ് ഓഫ് ഇൻഫർമേഷൻ ഫോർ എ ടാർഗറ്റ് പർപ്പസ്. അല്ലേ, എന്താണ് പർപ്പസ്, ആരാണ് ടാർഗറ്റ്, ഇത് ഉപയോഗിച്ച് ഇത് നോക്കിക്കണ്ട് ഏത് ഇൻഫർമേഷനാണ് ഏത് ഡേറ്റയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് അറിയാവുന്ന ആളാണ് തരൂർ. അപ്പോൾ ആർക്കൊക്കെയാണ് ഇത് കൊള്ളുക? ഇങ്ങനെ ഒരു ആർട്ടിക്കിൾ വന്നാൽ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് എന്നപോലെ നല്ലപോലെ പ്രചാരമുള്ള ഒരു ദിനപത്രത്തിൽ എഴുതുന്ന ഒരു ആർട്ടിക്കിൾ ഏതറ്റം വരെ പോകുമെന്നും അതുണ്ടാക്കാൻ സാധ്യതയുള്ള ചലനങ്ങളും ഒക്കെ അറിയാം. അതുകൊണ്ട് ഇതൊരു ടെസ്റ്റ് ഡോസായി വന്നു. പക്ഷേ തരൂരിന് പിടച്ചത് ഈ തരൂർ ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ പ്രതികരണങ്ങൾ വന്നു എന്നതാണ്. ഒരു പക്ഷേ ഇപ്പോൾ വളയ്ക്കുകയും ചെയ്യാം, ഒടിക്കരുത് എന്നുള്ള പ്രമാണമുണ്ടല്ലോ. അതുകൊണ്ട് തരൂരിനെ സംബന്ധിച്ചിടത്തോളം ഡേറ്റ ഉപയോഗിച്ച് തിരുത്താൻ ഒരു ശ്രമം നടത്താൻ ഹൈക്കമാൻഡിന് സാധിക്കും. പക്ഷേ ഒരു അക്കാഡമിക് ലെവലിലേക്ക് ചർച്ച പോയി കഴിഞ്ഞാൽ അതാണ് VD സതീശൻ കഴിഞ്ഞ ദിവസം ചെയ്തത്. ഒരു കൃത്യമായ സ്ഥിതിവിവരക്കണക്കുകളുടെ സഹായത്തോടു കൂടി 2021 മുതലുള്ള പോസ്റ്റ് കോവിഡ് സാഹചര്യത്തിലെ വ്യത്യാസം എന്താണ്, അതുകൊണ്ട് ശതമാനക്കണക്കിൽ വരുമ്പോൾ ഏത് ഡേറ്റയും വളരെയധികം ഊതിപ്പെരുപ്പിച്ചതായി തോന്നാം. തരൂരിന് തെറ്റായ ഡേറ്റ കിട്ടിയത് കൊണ്ടാണ് ഇങ്ങനെ എഴുതിയത്, അതുകൊണ്ട് ഞങ്ങളിത് ശരിയായ ഡേറ്റ നൽകുന്നു എന്നുള്ളൊരു പ്രതീതി ഉണ്ടാക്കുകയായിരുന്നു. പക്ഷെ അത് എത്രമാത്രം ഗുണകരമാകുമെന്ന്
പറയാനാവില്ല. അത് മാത്രമല്ല, ഇപ്പോൾ ശശി തരൂറുമായുള്ള കൂടിക്കാഴ്ച ഹൈക്കമാൻഡിന്റേത് അവസാനിച്ചിരിക്കുകയാണ്. എന്നാൽ 10 ജനപഥിൽ നിന്ന് ശശി തരൂർ മടങ്ങിയത് മാധ്യമങ്ങളെ കാണാതെയാണ്. മാധ്യമങ്ങളെ കാണാതിരിക്കുന്നതിന് വേണ്ടി മുൻവശത്തെ ഗേറ്റിലൂടെയല്ല, പിൻ ഗേറ്റിലൂടെയാണ് അദ്ദേഹം മടങ്ങിയത് എന്നാണ്. അതായത് മഞ്ഞുരുകിയിട്ടില്ല എന്ന് വേണം കരുതാൻ. അതല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ തന്റെ പതിവ് ശൈലിയിൽ എന്താണ് ഹൈക്കമാൻഡുമായുള്ള ചർച്ചയ്ക്ക് ശേഷം തന്റെ നിലപാടിൽ മാറ്റം ഉണ്ടായിട്ടുണ്ടോ അക്കാര്യം തരൂർ വ്യക്തമാക്കും എന്ന് തന്നെ കരുതാം. ഇപ്പോൾ ശ്രീ സേനാപതി വേണു കൂടി